ശ്രീ റെജി ലൂക്കോസ് രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല. രണ്ട് ജസ്റ്റിസുമാരുണ്ട് ഹൈക്കോടതിയിൽ, ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും. ഏറ്റവും ഒടുവിൽ ഇന്നലെ നടത്തിയ നിശിതമായ വിമർശനം വൗച്ചറുകൾ അപ്രത്യക്ഷമാക്കുന്നു, കടലാസിൽ വളരെ പഴഞ്ചൻ രീതിയിൽ കണക്കുകൾ എഴുതി വയ്ക്കുന്നു, കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നില്ല, ഡിജിറ്റലൈസ് ചെയ്യുന്നില്ല, ഒന്നിനും ഒരു സംവിധാനമില്ല. സാമ്പത്തിക മാനേജ്മെൻറ്റ് അടിമുടി തകരാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോപണമല്ല, കൃത്യമായ നിരീക്ഷണമാണ്. വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കമ്പ്യൂട്ടറൈസേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം 30-ന് ഹാജരാകണം. ഇതൊന്നും ഇത്രയും കാലവും ആരും അറിഞ്ഞില്ല എന്ന് നമ്മൾ വിശ്വസിക്കണോ? നമ്പർ 1. നമ്പർ 2, ഇത്രയും ഞെട്ടിക്കുന്ന, അങ്ങ് പറയുകയാണെങ്കിൽ അങ്ങ് പോലും നടുങ്ങിയ ഇങ്ങനൊരു മോഷണം ശബരിമലയിൽ നടന്ന വാർത്ത പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ഇതിലേക്കിപ്പോൾ ശ്രദ്ധ വരുന്നത്, ഉദ്യോഗസ്ഥ ശ്രദ്ധ വരുന്നത്, കോടതിയുടെ ശ്രദ്ധ വരുന്നത്, മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇത് കാലാകാലങ്ങളായി നടത്തിപ്പോന്ന ഒരു കച്ചവടമല്ല. ഇപ്പോൾ എല്ലാ വർഷവും മോഷണം നടന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സ്വർണം പ്ലേറ്റ് ചെയ്ത ചെമ്പുപാളിയാക്കി 2019 കൊണ്ടുപോവുകയും അതേ തട്ടിപ്പ് ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിടികൂടിയത്. ഒരു പക്ഷേ അയ്യപ്പൻ്റെ ഒരു സമയം അങ്ങ് കൊടുത്തതായിരിക്കാം, കറങ്ങി എല്ലാവരെയും കൂട്ടി വരാൻ പറഞ്ഞതായിരിക്കാം അയ്യപ്പൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് കൈ കെട്ടട്ടെ എന്ന്. പക്ഷേ എന്നിട്ടും അതിന് ശ്രമിക്കുന്നു, അതാരും അറിയുന്നില്ല. എന്തൊക്കെ നടന്നിട്ടുണ്ടാവാം? എന്താണ് ഇത്ര ഇടി? എന്താണ് ഇത്ര സമ്മർദ്ദം? അവിടെ എന്തെങ്കിലും ഒരു തസ്തിക കിട്ടാൻ. അപ്പോൾ ഇതൊരു ആസൂത്രിത റാക്കറ്റാണെന്നും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അല്ല, എന്റെ മറുപടി അതിനകത്ത്, ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോർഡാണ്, ഒരു അധികാരം അവരിൽ ഒതുങ്ങുന്ന ഒരു ബോർഡാണ്. അവിടുത്തെ നിയമനങ്ങൾ പോലും നടത്തുന്നത് ദേവസ്വം ബോർഡ് ഡയറക്റ്റ് ആയിട്ടാണ്. ശരിയാണ്, ഈ രേഖകൾ എത്ര കാലങ്ങളായിട്ട് തന്നെ അപ്രത്യക്ഷമായെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, അത് ഡിജിറ്റലൈസ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം കോടതി ചോദിച്ചത് രൂക്ഷമായ രീതിയിൽ കോടതി അതിനോട് പ്രതികരിച്ചതിനോട് യോജിക്കുന്നതിനാണ്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ പശ്ചാത്തലം പ്ലാറ്റ്ഫോം ഇവിടെ വന്നിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ടും ശബരിമല ഡിജിറ്റലൈസ് ചെയ്യാത്തതിന്റെ കാരണങ്ങൾ ഇപ്പം പ്രദീപ് സാർ പറഞ്ഞ പോലെ തന്നെ അത്തരം ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണെന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ന്യായീകരണം എന്ന് പറഞ്ഞൊരു വാക്കിന് പ്രസക്തി ഇല്ല ഈ വിഷയത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ മദ്രാസിലെ ഈ സ്വർണം പൂശിയ സ്ഥാപനത്തിന്റെ MD തന്നെ 2 രീതിയിലുള്ള അളവുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്കും ഇതിനകത്ത് കുറ്റമുണ്ട്, അവരും നിസ്സാരക്കാരില്ലാന്ന് നമുക്ക് മനസ്സിലാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ ജയറാമന്റെ പേര് വെളിയിൽ വന്നപ്പോൾ ജയറാം പറഞ്ഞ വാക്കെന്താ? ഞാൻ ജയറാമനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ജയറാം ഒരു എന്താ പറയുക, കർശനമായ രീതിയിൽ ശബരിമലയിൽ ഭക്തരും സ്ഥിരമായി ശബരിമല പോകുന്ന ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ വിവരം ഈ പോറ്റി വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് എന്റെ വീട്ടിൽ നിന്ന് വെക്കാമെന്ന് ചോദിച്ചു. ആകെ 15 മിനിറ്റ് വെച്ചു. ശിവമണി ഒപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഏതോ ഒരു നടന്റെ മകനും ഉണ്ടായിരുന്നു. അവരൊരു ഓമ്നി വാഹനം തിരിച്ചു പോയെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ കുറിച്ച് പുറത്തു വന്ന വാർത്ത നടന്നുണ്ടാ ഈ സ്വർണം പോസ്റ്റിന് ഉദ്ഘാടനം ചെയ്തത് പോലും ഈ ജയറാമാണ്. അതിന്റെ രേഖ, അതിന്റെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ മണിക്കൂറോളം ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ കാരണം ശബരിമല ധർമ്മശാസ്താവിന്റെ ഒരു ചെറിയ പീസ് പൊന്നാണെങ്കിൽ പോലും അതിന്റെ മൂല്യം അത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം വിശ്വാസികൾക്ക് ശബരിമലയിൽ നിന്നുള്ള തീർത്ഥ പോലും ആ ഒരു കോടികളുടെ മൂല്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് കച്ചവടം ചെയ്തെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യം. ഈ പോറ്റ് ചെയ്ത അതാ, പോറ്റിയോടൊപ്പം ചെയ്തവർ അത് തന്നെയാണ്. ഇപ്പോൾ പോറ്റ് പറഞ്ഞില്ലേ, അതായത് ബാംഗ്ലൂര് ജനഹള്ളിയിലുള്ള ക്ഷേത്രത്തിൽ, ജനഹള്ളി സബ്ജക്ട് കറക്ഷൻ, ആ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് അവിടുത്തെ മന്ത്രിമാരും MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ളവരോട് ലക്ഷക്കണക്കിന് രൂപ പിരിവ് വാങ്ങിച്ചു എന്നാൽ ക്ഷേത്ര ഭാരവാഹികൾ ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? പരിപാവനമായ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണവും അതിന്റെ വാതിൽപ്പടികളൊക്കെ ഇയാൾ കൊണ്ടുപോയി ലേലത്തിൽ വിൽക്കുന്ന പോലെ തന്നെ പൈസ സംഘടിപ്പിക്കുകയായിരുന്നു. ഇത് ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ അത്ഭുതകരവും അതിശയകരമായിട്ട് തോന്നി, എങ്ങനെ ഇയാളുടെ കൊടുത്തുവിട്ടതുള്ളവരും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് ഭരണക്കാർക്ക് കാലങ്ങളായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മാറി വരുന്നവർക്ക് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഈ പരാമർശം നടത്തിയത്. പ്രതിപക്ഷ ചോദിച്ചത് തന്നെ എന്തുകൊണ്ട് ഡിജിറ്റലൈസ് ചെയ്തില്ല?
ദാറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി പിന്നെ ഹൈക്കോടതി ജഡ്ജി അവിടുത്തെ നിലവറകൾ ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഏതാണ്ട് 440 കിലോയുള്ള സ്വർണം അവിടുന്ന് കിട്ടി അവിടെ ഉണ്ടെന്നാ പറയണേ. ആ നിലവറകളിൽ അത്രയ്ക്ക് സ്വർണം ഉണ്ടായിരുന്നുണ്ടോ? അവിടെ കിഴിക്കണക്കിന് സ്വർണങ്ങൾ അവിടെ ഭക്തര് കൊണ്ടിടുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായ രീതിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഈ നിലവറകളിലേക്കും ഒക്കെ അത് മാറ്റപ്പെടുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണം. ഒരു സംശയമില്ല. കാരണം കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു വികാരമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. അത് മതത്തിൽ പോലും വിശ്വസിക്കാത്തവർ പോലും ശബരിമലയോട് ബഹുമാനമുണ്ട്. കാരണം ശബരിമലയുടെ അയ്യപ്പന്മാര് വരുന്നതെല്ലാം സ്വാമി എന്നുള്ള ഒറ്റ പേരിൽ അവരുടെ പേര് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ശബരിമല മാത്രമേ ഉള്ളൂ. ഓരോ പ്രദേശത്തും ഇപ്പൊ എന്റെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിരക്കണക്കിന് ശബരിമല ഭക്തരാണ് സീസണിൽ പോകുന്നത്. എത്രയോ പേര് നമ്മുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് വന്ന് മിരിയേറ്റ് വെക്കുന്നു. അവരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങൾ, സ്നേഹബന്ധങ്ങള്, ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിന്റെ വികാരം, അതിനോടുള്ള സ്നേഹം വർദ്ധിക്കും. അത് വിശ്വാസത്തിനേക്കാൾ ഉപരിയായ ഒരു അറ്റാച്ച്മെന്റ് ആണ്. അങ്ങനെയുള്ള ആ സ്ഥാപനത്തിൽ അല്ലെ ആ മത സൗഹാർദ്ദ കേന്ദ്രത്തിൽ വന്ന് അള്ളു വെക്കുക, തട്ടിപ്പ് നടത്തുക, കള്ളത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിശ്വസനീയവും ഞെട്ടിക്കുന്നതുമാണ്. നേരത്തെ ബിജെപിയുടെ സുഹൃത്തുക്കൾ ആവർത്തിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മാറുന്ന ഗവൺമെന്റിൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ലേ? ജനങ്ങള് കോൺഗ്രസിനെയും CPM മുന്നണിയെയും തെരഞ്ഞെടുക്കുന്നതിനകത്ത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിന് അവസരം കിട്ടാത്തത് ജനങ്ങളുടെ കുറ്റമാണോ? ഞങ്ങളെ എന്തിനാ പഠിക്കുന്നത്? അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമല്ലേ? ഞാൻ അതുകൊണ്ട് ഇപ്പോഴും പറയുന്നു, ഈ രാഷ്ട്രീയപരമായ ആരോപണങ്ങള് തുടർച്ചയായിട്ട് വന്നാൽ ഈ അന്വേഷണ ഏജൻസികൾക്ക് ഈ കുറ്റവാളികളിലേക്ക് അടുക്കാനുള്ള എന്താ പറയുക സമയം ദീർഘിക്കും. അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് രാഷ്ട്രീയക്കാരുണ്ടെ പിടിക്കണം, അവരെയും പിടിക്കണം. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരൊന്നും കേരളത്തിൽ വേണ്ട, നമ്മുടെ സമൂഹത്തിൽ വേണ്ട. ഇതുപോലെ കൊടും കള്ളന്മാരെ നമുക്ക് വേണ്ട. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ അന്വേഷണം ഇനിയിപ്പോ 4 ആഴ്ചയുണ്ട്, ഈ 4 ആഴ്ചയോട് ക്ഷമിച്ചതിന് ശേഷം ആ അന്വേഷണ ഏജൻസികള് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കട്ടെ. പിന്നെ കോടതി പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റാ. അന്വേഷണം ഡയറക്റ്റ് ആയിട്ടാണ് കോടതിക്കാണ് തരണ്ടേ, സർക്കാരിനെ കാണിക്കരുത് എന്നൊരു വാക്ക് അതിനകത്ത് പറഞ്ഞിട്ടില്ല. വെറുതെ കോടതിയൊന്നും പിന്നെ എന്താ പറയുക മിസ്കോട്ട് ചെയ്യരുത്, അതെന്റെ റിക്വസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്ന് തന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇത് കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊടുക്കാനും പാടില്ല. അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ മിനിസ്റ്റർ വരെ പറഞ്ഞില്ലേ, സ്വാഗതം ചെയ്തില്ലേ ഈ അന്വേഷണം ഡയറക്റ്റ് ആയിട്ട് കോടതിയിലേക്ക് എത്തണമെന്നുള്ളത്.